ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. രേവതി നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. രേവതി നക്ഷത്രം പൂർണ്ണമായും മീനം രാശിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. രാശിനാഥൻ വ്യാഴവും നക്ഷത്രനാഥൻ ബുധനുമാണ്. രാശിനാഥനായ വ്യാഴത്തെ ഓം ബൃഹസ്പതിയെ എന്നും നക്ഷത്രനാഥനായ ബുധനെ ഓം ബുധായ നമ എന്ന മന്ത്രം കൊണ്ടും ദിവസവും ജപിച്ചു പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. രേവതി നക്ഷത്രത്തിൻ്റെ 3-ാം നാൾ ഭരണിയും ഇതിനെ വിപിൽ നക്ഷത്രമെന്നും 5-ാം നാൾ രോഹിണിയും ഇതിനെ ശത്രു നക്ഷത്രമെന്നും 7-ാം നാൾ തിരുവാതിരയും ഇതിനെ വധനക്ഷത്രമെന്നുമാണ് അറിയുന്നത്. അതുപോലെ തന്നെ അഷ്ടമരാശിയിൽ കൂടുതൽ വരുന്ന നക്ഷത്രങ്ങളായ ചിത്തിര 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ശുഭകാര്യങ്ങൾക്കോ ദീർഘ സൗഹൃദങ്ങൾക്കോ കൂട്ടു സംരംഭങ്ങൾക്കോ യാതൊരുവിധ കാരണവശാലും ഉപയോഗിക്കരുത്. ഈ നാളുകാരുമായി ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇടപെടാവൂ. അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും സാഹചര്യം വന്നു ചേർന്നേക്കാം. എന്നുവെച്ച് ഇവരെ ഒഴിവാക്കണമെന്നല്ല, ശ്രദ്ധ വേണമെന്ന് മാത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷക്കാലം മുഴുവൻ 7.5 ശനി ജന്മത്തിൽ തുടരുന്നതിനാൽ സഞ്ചാരക്ലേശം, മനക്ലേശം, കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ, അപഖ്യാതി, ജോലിഭാരം, അതുപോലെ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അനാവശ്യ ചെലവുകൾ എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും സാഹചര്യമുണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ ജാതകവശാലുള്ള ഇപ്പോഴത്തെ ദശാകാലം അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ മേൽഫലങ്ങൾക്ക് കഠിനതയുണ്ടാകില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ജാതകവശാലുള്ള ഇപ്പോഴത്തെ ദശ ദോഷകരമായിട്ടുള്ളതാണെങ്കിൽ ദോഷഫലങ്ങൾ ഏറിയുമിരിക്കും. എന്നാൽ ഈ ഒക്ടോബർ 31 വരെ വ്യാഴം ചാരവശാൽ അനുകൂല സ്ഥിതിയിൽ സഞ്ചരിക്കുന്നതിനാൽ സുഖവും ഈശ്വരാധീനവും ഉന്നതിയും കാര്യവിജയവും സ്ഥാനലബ്ധിയും രോഗശാന്തിയും വിദേശത്തോ സ്വദേശത്തോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗവും ഉണ്ടാകും. അതായത് ഇക്കാലയളവിൽ വ്യാഴം ഇഷ്ടദിശയിൽ സഞ്ചരിക്കുന്നതിനാൽ 7.5 ശനി അത്ര ദോഷഫലത്തെ പ്രദാനം ചെയ്യില്ല. എന്നാൽ ഒക്ടോബർ അവസാനം മുതൽ ഡിസംബർ വരെ ഗുണകരമായിരിക്കില്ല താനും. ഇനി മാസഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ഈ 2026 ജൂലൈ മാസം പൊതുവെ ഗുണാധിക്യമുള്ള സമയമായി കാണുന്നു. സാമ്പത്തിക ഉന്നതി, കർമ്മരംഗത്ത് അംഗീകാരവും അഭിവൃദ്ധിയും സ്ഥാനലബ്ധിയും, സൈന്യം, പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും അപ്രതീക്ഷിത ഉയർന്ന സ്ഥാനലബ്ധിയും, വിദ്യാർത്ഥികൾക്കും ഉപരിപഠന രംഗത്തുള്ളവർക്കും വിദ്യാവിജയം എന്നീ ഗുണഫലങ്ങളും. എന്നാൽ സഹോദരങ്ങളുമായി സ്വരച്ചേർച്ചയില്ലായ്മയും മിത്രങ്ങളായിട്ടുള്ളവരിൽ നിന്നും ശത്രുതയും സഞ്ചാരക്ലേശവും ഉണ്ടായേക്കാം. ഊഹക്കച്ചവട രംഗത്തുള്ളവർക്ക് കഷ്ടനഷ്ടങ്ങളും, എന്നാൽ ഷെയർ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് ഗുണഫലങ്ങളും ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധിയും അംഗീകാരവും സ്ഥാനക്കയറ്റത്തിനും സാഹചര്യം കാണുന്നു. മുൻകോപവും എടുത്തുചാട്ടവും ദൂരയാത്രകളും ജലയാത്രകളും പല ബുദ്ധിമുട്ടുകൾക്കും ഇടവരുത്തുമെന്നതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ അനിവാര്യമാണ്. രേവതി നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മാസം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം അത്ര ഗുണകരമായി കാണുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഉദ്ദേശിച്ചുറപ്പിച്ചിരുന്ന പല കാര്യങ്ങളിലും തടസ്സമോ കാലതാമസമോ നേരിട്ടേക്കാം. എന്നാൽ കർമ്മരംഗത്തുള്ളവർക്ക് അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും ഉണ്ടാകും. ഷെയർ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ലാഭകരമായിരിക്കില്ല. ചില വീഴ്ചകൾക്കും സാഹചര്യമുണ്ടായേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഗുണദോഷ സമ്മിശ്രമായ സമയമായി കാണുന്നു. സന്താനങ്ങൾക്ക് മേന്മയും അഭിവൃദ്ധിയും കൈവരും. വിവാഹാന്വേഷകർക്കുണ്ടായിരുന്ന തടസ്സമോ കാലതാമസമോ മാറി ആഗ്രഹിച്ച പോലുള്ള വിവാഹത്തിന് യോഗം കാണുന്നു. പൂർവിക കുടുംബ സ്വത്തുകൾ കൈവശം വന്നു ചേരും. ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകും. രേവതി നക്ഷത്രക്കാരുടെ 2026 സെപ്റ്റംബർ മാസം സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യമോ ഉണ്ടാവും. വസ്തുക്കൾ വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. എങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അബദ്ധങ്ങളിൽപ്പെടാൻ സാഹചര്യവും വന്നു ചേരും. കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നഷ്ടവും ശത്രുതയും വന്നു ഭവിക്കും. യാതൊരു കാരണവശാലും ഇക്കാലയളവിൽ ബിസിനസ്സോ കൂട്ടു ബിസിനസ്സോ ആരംഭിക്കരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവും പരീക്ഷയിലും ടെസ്റ്റുകളിലും ഉന്നത വിജയവും കൈവരിക്കാൻ കഴിയും. ലോട്ടറി, ചിട്ടി, ലോൺ മുതലായ മൂലം ധനം കൈവശം വന്നു ചേരും.
രേവതി നക്ഷത്രക്കാരുടെ 2026 ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ ഭാഗം ഗുണകരമായിരിക്കുമെങ്കിലും മാസമധ്യത്തിനു ശേഷം അത്ര ശോഭനമായിരിക്കില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്വയം ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നുചേരാൻ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ അനിവാര്യമാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാൻ ഇടവരും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. പല പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈശ്വരാനുഗ്രഹത്താൽ അത്ഭുതകരമായി രക്ഷപ്പെടും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രതിസന്ധികൾ മാറിക്കിട്ടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും പ്രശംസയും ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നും വിശ്വസ്തരിൽ നിന്നും വിപരീത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നത് ഗുണകരമായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ അനിവാര്യമാണ്. രേവതി നക്ഷത്രക്കാരുടെ 2026 നവംബർ മാസാദ്യം ദുർഘടങ്ങൾ നിറഞ്ഞതാകുമെങ്കിലും പിന്നീട് ഗുണഫലങ്ങളുണ്ടാകും. സാമ്പത്തികമായി പല നേട്ടങ്ങളും കൈവരും. താൽക്കാലിക ജീവനക്കാർക്ക് ജോലിയിൽ സ്ഥിരത കൈവരും. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഗുണകരമാണെങ്കിലും ചെറിയ അശ്രദ്ധ മൂലം വളരെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാഹചര്യം കാണുന്നതിനാൽ ശ്രദ്ധയോടുകൂടി മാത്രം മുന്നോട്ട് പോകുക. തൊഴിൽ രംഗത്തുള്ളവർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളും ധനലാഭവും ഉണ്ടാകും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൈവരും. വിവാഹ അന്വേഷകർക്ക് യോജിച്ച വിവാഹാലോചനകൾ വന്നുചേരും. വിദേശയാത്രയ്ക്കോ വിദേശ ജോലിക്കോ വിദേശ പഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു. പുതിയ ഗ്രഹം നിർമ്മിക്കാനോ പഴയ ഗ്രഹം പുതുക്കിപ്പണിയാനോ സാഹചര്യം കാണുന്നു. പിതാവിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാൻ ഇടവരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാകും. രേവതി നക്ഷത്രക്കാരുടെ 2026 ഡിസംബർ മാസം ഏറെക്കുറെ ഗുണഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി കൈവരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരും. ഉദ്യോഗാർത്ഥികൾക്കും അധികാരസ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്കും ഉന്നത വിജയം കൈവരും. തൊഴിൽ രംഗത്ത് അംഗീകാരവും അഭിവൃദ്ധിയും ധനവർദ്ധനവും ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണുന്നു. എല്ലാ കാര്യങ്ങളിലും ഉണർവും ഉന്മേഷവും കൈവരും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണുന്നു. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃസ്ഥാനത്തേക്ക് അവരോഹിക്കപ്പെടാം. സർക്കാർ സർവീസിലുള്ളവർക്ക് ഗുണകരമായ നേട്ടങ്ങൾ കൈവരും. എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക ഉന്നതിയും തൊഴിൽ അഭിവൃദ്ധിയും വർദ്ധിച്ച ഗുണഫലങ്ങളും വന്നുചേരും. കുടുംബദേവതാ ഭജനവും വിഷ്ണുവിനും ശാസ്താവിനും യഥാശക്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമവും ജപവും നടത്തിയാൽ എല്ലാവിധ നേട്ടങ്ങളും കൈവരും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.